നമസ്കാരം, ലൈഫ് ഓഫ് അറേബ്യയിലേക്ക് സ്വാഗതം. മഷ്രിഖ് ബാങ്കിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും നിയമോപദേശകനുമായ അഡ്വക്കേറ്റ് എ ബക്കറലിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. 30 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് കൂടുതലായി സാറിനോട് ചോദിക്കാം. സാർ, സ്വാഗതം. സ്വാഗതം. താങ്ക് യു. ലൈഫ് ഓഫ് അറേബ്യ. സാറിൻ്റെ ഈ ഒരു 30 വർഷത്തെ ബാങ്കിങ് മേഖലയിലെ അനുഭവമുണ്ട്. ഒരു നീണ്ട കാലയളവാണ്. ഇതിൽ നിന്ന് നിരവധി കാര്യങ്ങൾ സാറ് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു പ്രവാസി എങ്ങനെയാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യം ഈ വിഷയം എനിക്ക് തോന്നുന്നത് പ്രവാസം ആരംഭിച്ച കാലം മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പെട്ടെന്ന് ഈ ചോദ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുമ്പ് നടന്ന ഒരു സർവേയിലെ അതിൻ്റെ റിസൾട്ടാണ്. അതിൽ ഏതാണ്ട് ഒരു 10,100 ആളുകളിൽ നടത്തിയ ഒരു സർവേയിൽ അന്ന് ലഭിച്ച ഒരു ഉത്തരം എന്ന് പറയുന്നത് പ്രവാസികളിലെ 2% മാത്രമാണ് എന്തെങ്കിലും സേവിങ്സ് ഉള്ളതും എന്നാണ്. അതേസമയം 98% ആളുകളും തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന അവരുടെ ജീവിത നിലവാരം അവർക്ക് തുടരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത അവർക്കില്ല എന്നുള്ളത് ആണ് ആ സർവേയിൽ വ്യക്തമാക്കിയത്. പ്രവാസികൾ സാധാരണഗതിയിൽ പ്രവാസം തിരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കുടുംബത്തെ സംരക്ഷിക്കാനും ഒക്കെയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു സാമ്പത്തിക ആസൂത്രണവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ആവശ്യമാണ്. സാമ്പത്തിക ആസൂത്രണം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാസി അവർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത്? സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ആസൂത്രണത്തിലൂടെയാണ്. അപ്പോൾ തീർച്ചയായും ഒരു പ്രവാസി ആദ്യം അറിയേണ്ടത് തൻ്റെ വരുമാനം എത്രയാണെന്നാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകപ്രശസ്തനായിട്ടുള്ള നോബൽ സമ്മാനം നേടിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ വാക്യത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചിലവായിരിക്കണം ഒരു പ്രവാസി ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായും വരുമാനം എത്രയാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ചിലവിലേക്ക് അയാൾ പോകാൻ. അപ്പോൾ ആ വരുമാനത്തിൽ നിന്ന് അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും ഏതൊരു വരുമാനവും എത്ര ചെറുതായാലും വലുതായാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ സാധാരണ ഒരു പ്രവാസി എടുത്തു നോക്കാം. അവരുടെ ഒരു സാധാരണ പ്രവാസിയുടെ സാലറി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു 2,000 മുതൽ 3,000 വരെ ആയിരിക്കും. അങ്ങനെ ഒരു 3,000 രൂപ അല്ലെങ്കിൽ ദിർഹംസ് വരുമാനമുള്ള ഒരു പ്രവാസി അയാൾ എങ്ങനെ സേവ് ചെയ്യുമെന്നായിരിക്കും ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ് ഉത്തരം. കാരണം ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് സേവ് ചെയ്യാൻ പറ്റുമെന്നത് നമുക്ക് കോവിഡ് കാണിച്ചു തന്നു. കാരണം കോവിഡ് വന്നതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന കമ്പനികളെല്ലാവരും അവരുടെ സാലറിയിൽ നിശ്ചിത ശതമാനം കുറച്ചു. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ശമ്പളത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ പിന്നെ കുറഞ്ഞ ശമ്പളത്തിൽ അയാൾക്ക് ജീവിക്കാൻ പഠിക്കേണ്ടി വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 20% നമ്മൾ കുറച്ചാണ് എൻ്റെ വരുമാനമെന്ന് ആദ്യമേ തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ ഒരു 3,000 ദിർഹംസ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ 3,000-ലെ 20% എന്ന് പറയുന്നത് 600 ദിർഹംസാണ്. ഈ 600 ദിർഹംസ് അയാൾ മാറ്റിവെച്ചാൽ ഒരു കൊല്ലം എത്തുമ്പോൾ അത് 7,200 ആകും. അങ്ങനെ 7,200 ആയിട്ടുള്ള ഈ സംഖ്യ ഒരു പക്ഷേ 10-20 കൊല്ലം ഇവിടെ നിൽക്കുമ്പോൾ, അഥവാ 20 കൊല്ലം അയാൾ നിന്നു എന്ന് സങ്കല്പിച്ചാൽ അയാൾക്ക് ഈ നീക്കിയിരിപ്പാകുന്നത് 1,44,000 ദിർഹമാണ്. ഇത് ഇയാൾ അറിയാതെ തന്നെ വന്നു ചേരുന്നതാണ്. ഈ സംഖ്യ സേവിങ്സ് ആണെങ്കിൽ ആ സംഖ്യ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊരു വേറെ ഒരു മേഖലയായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതക്രമം പ്രവാസി കെട്ടിപ്പടുത്താൽ തീർച്ചയായും അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അയാൾ ചിലവുകളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലവുകളെ ക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും
എന്താണ് ചെലവുകൾ? ചെലവിൽ നമുക്ക് ആവശ്യമുള്ളതുണ്ടാവാം, അത്യാവശ്യമുള്ളതുണ്ടാകാം, ആവശ്യമുള്ളതുണ്ടാകാം, അനാവശ്യമായതുണ്ടാവാം. അപ്പോൾ അത്യാവശ്യമുള്ളത് എന്താണോ അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക, ആവശ്യമുള്ളത് എന്താണോ അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അനാവശ്യമായത് എന്താണോ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. വെറുതെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മളുടെ അത്യാവശ്യവും ആവശ്യവും അനാവശ്യവും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറേ ചെലവുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അതിന് പ്രേരകമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിംഗ് മാളിലും എല്ലായിടത്തും ഓഫറുകൾ ഉണ്ടാവും. ഈ ഓഫറുകളെല്ലാം നമ്മളെ വളരെയധികം പ്രലോഭിപ്പിക്കുന്നതാണ്. ചില ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2 ദിർഹം, 5 ദിർഹം, 10 ദിർഹം എന്നൊക്കെ പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവാം, ഉദാഹരണങ്ങളുണ്ടാവാം. ഇത്തരം ഷോപ്പുകളിലേക്ക് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരാവശ്യമില്ലെങ്കിലും അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായും 100ഉം 200ൻ്റെ എല്ലാം ബില്ലുകൾ നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ വരും. ഇത് നമുക്ക് ആവശ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആവശ്യമായിരുന്നില്ല, അത്യാവശ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അത്യാവശ്യമായിരുന്നില്ല, മറിച്ച് ഇതെല്ലാം ചിലപ്പം അനാവശ്യമാണ് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ്, നിർബന്ധമായിട്ടും ഒരു പ്രവാസി തൻ്റെ വരുമാനം എത്രയാണെന്ന് തൻ്റെ ഡിപ്പെൻഡൻസിനെ അഥവാ ഫാമിലിയെ അറിയിക്കേണ്ടത് എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാസത്തിൽ അയച്ചു കൊടുക്കുന്ന സംഖ്യ മാത്രമേ അവർക്കറിയൂ. എത്രയാണ് നമ്മുടെ വരുമാനം എന്നുള്ളത് അവർക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ അവരുടെ ആവശ്യം ഒരു മാസം ഇത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ ചിന്തിക്കുന്നത് നമുക്കതിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ടെന്നാണ്. നമ്മൾ ഒരുപക്ഷെ ഒരു 10,000 വീട്ടിലേക്ക് അയക്കുന്നതെങ്കിൽ ആ 10,000 നാം അയക്കുന്നത്, ഒരു പ്രവാസി അയക്കുന്നത് ചിലപ്പം 8,000 കയ്യിൽ വെച്ച് 2,000 കടം മേടിച്ചിട്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഡിപ്പെൻഡൻസ് അഥവാ പ്രത്യേകിച്ചും ഒരു സാമ്പത്തിക ലിറ്ററസി സാമ്പത്തിക സാക്ഷരതയില്ലാത്ത ആളുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മുടെ വരുമാനത്തെക്കുറിച്ച് വലിയ ബോധമില്ല. അതുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഒന്ന്. രണ്ടാമത്തത്, ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിലവഴിക്കാൻ ശ്രമിക്കണം. അനാവശ്യമായിട്ടുള്ള പല ഓഫറുകളും മറ്റും സാധാരണ നമുക്ക് ആവശ്യങ്ങൾ വരാറുണ്ട്. ഈ ആവശ്യങ്ങളെ അത് നാട്ടിലുള്ള എന്താണെങ്കിലും അത് നമ്മൾ ആലോചിച്ച് നമ്മളുടെ വരുമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ മാത്രം അത് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു പ്രവാസി കൃത്യമായി മനസ്സിലാക്കേണ്ടത് വായ്പ എടുക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് എത്ര വരെ കടം മേടിക്കാൻ സാധിക്കും? എല്ലായ്പ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഓരോ പ്രവാസിയും അനുഭവിക്കുന്ന ഇത്തരം ദുരിതങ്ങളെക്കുറിച്ച്. ഒരു നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നൊരു രീതിയിൽ ധാരാളം കേസുകൾ നമ്മളെടുത്ത് വരുന്നതെല്ലാം പലപ്പോഴും കടത്തിൽപ്പെട്ട് കേസും മറ്റ് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അവർ വന്നെത്തുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, നമ്മൾ കടം വാങ്ങിക്കുന്നു, വായ്പ വാങ്ങിക്കുന്നു. തീർച്ചയായും നമ്മൾ വായ്പ വാങ്ങിക്കുമ്പോൾ ഒരു വായ്പ വാങ്ങിക്കുന്ന ആളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താ? എനിക്കിതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വായ്പ നമ്മൾ പലപ്പോഴും നമ്മൾ കൂട്ടുകാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വാങ്ങും, അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ മാസം ഞാൻ വാങ്ങുന്നത് അടുത്ത മാസം എനിക്ക് ശമ്പളത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കടം വാങ്ങുന്നത്. കടം വാങ്ങുന്ന അത്യാവശ്യമായ സന്ദർഭങ്ങൾ പല സമയത്തും ഉണ്ടാവാം. അപ്പോൾ അതിന് ഈ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നോ അതല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ കടം വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്രെഡിറ്റ്. ആ ഓമന പേരിൽ അറിയുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കാണാക്കണികളെക്കുറിച്ചും ഓരോ പ്രവാസിയും ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്.